രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലാണുള്ളത്. അപ്പോൾ ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അത് തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. നമുക്ക് അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കൂടെ പോകാം. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഫൈസൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മാറണമെന്നുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നത്? നൗഫൽ ജിൻസി, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാവിലെയോടെയാണ് അറസ്റ്റിലായത്. അതിനുശേഷം അദ്ദേഹത്തെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയ ശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആ റിമാൻഡ് ഒപ്പം തന്നെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. അത് അവിടുത്തെ അസൗകര്യവും അത് കണക്കിലെടുത്താണ് അദ്ദേഹം ജയിൽ മാറാൻ അപേക്ഷ നൽകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ ഇന്ന് തന്നെ അതിനുള്ള അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്നാണ് ആവശ്യം. ഒപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം പ്രകാരം, അതായത് ഇന്ന് ഈ ജയിൽ DIG തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടുത്തെ സുരക്ഷാ കാരണങ്ങളൊക്കെ, അതായത് ഈ മാവേലിക്കര സബ് ജയിലിലെ സുരക്ഷാ കാരണങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് DIG തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്പസമയം, ഏകദേശം ഒരു 10 മണിയോടുകൂടി തന്നെ അതിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 12 മണിയോടുകൂടി അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് മാറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ 2 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ ഈ സബ് ജയിലിലേക്ക് എത്തിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. DYFIയുടെയും അതുപോലെ യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ചീമുട്ട എറിയാൻ വരെ നോക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് തടയുകയും അത്തരത്തിലുള്ള പ്രതിഷേധത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ഒക്കെ ആയിരുന്നു ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ അല്പസമയത്തിന് ശേഷം പാലക്കാട് നിന്നെത്തിയ പോലീസ് സംഘമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ തിരികെ പോയി. ഒപ്പം തന്നെ അതിനുശേഷം മെഡിക്കൽ സംഘം എത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷമാണ് അവരും തിരികെ പോയി. പിന്നീട് 4 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തിന് വായിക്കാൻ പുസ്തകങ്ങളും പുതപ്പും മറ്റ് ഉടുക്കാൻ മാറാനുള്ള വസ്ത്രങ്ങളുമൊക്കെ കൊണ്ടു നൽകുന്ന ഒരു കാഴ്ചയുമുണ്ടായി. അതിന് ശേഷമാണ് അദ്ദേഹം സെൽ നമ്പർ 3ലേക്കാണ് അദ്ദേഹം മാറ്റിയത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ 3ാമത്തെ സെൽ നമ്പറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞത്. അവിടെ ഒറ്റക്കായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് വേറെ തടവുകാരോ അല്ലെങ്കിൽ സഹതടവുകാരോ ആരുമില്ലാതെ ഒറ്റക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു സെൽ നമ്പർ 3ൽ കിടന്നത്. അതിൽ ഏതായാലും ഇന്ന് തന്നെ അദ്ദേഹം ജയിൽ മാറാനുള്ള അപേക്ഷ നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് മാറണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മാറാനുള്ള അപേക്ഷ സമർപ്പിക്കുകയാണ്. അതായത് അവിടെ സൗകര്യം ജയിലാണെങ്കിലും സൗകര്യം വേണമല്ലോ എന്നാണ്. അങ്ങനെ തിരുവനന്തപുരത്താണ് മൂപ്പർക്ക് താല്പര്യം. അതുകൊണ്ട്